രാജഗോപാൽ കമ്മത്ത് ചെയ്യുന്നു. രാജഗോപാൽ കമ്മത്ത്, ഈ ദൗത്യം ഇന്ത്യക്കും ലോകത്തിനും എത്രത്തോളം പ്രാധാന്യമുള്ള ദൗത്യമാണ്? നമ്മുടെ സ്പേസ് ടെക്നോളജി ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. ഇന്നിപ്പോൾ ചൂരൽമലയിലെ 100 സെൻറ്റിമീറ്റർ കൂടുതലുള്ള മഴ നമുക്ക് പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയും സ്പേസ് ടെക്നോളജിയിൽ ധാരാളം മുന്നേറ്റങ്ങൾ നമ്മൾ നടത്താനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗഗൻയാനൊക്കെ അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ഗഗൻയാനിലേക്കുള്ള ആ ഒരു ദൗത്യത്തിൻ്റെ ഒരു പരിശീലന ദൗത്യമാണ് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെ ഈ ലിഫ്റ്റ് ഓഫിൽ, ഈ റോക്കറ്റിലെ ലിഫ്റ്റ് ഓഫ്, അത് മാത്രമല്ല ആ ക്രൂ ഡ്രാഗൺ മോഡ്യൂളിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 28 മണിക്കൂർ, അതായത് ഇന്നിപ്പോൾ ഒരു 10 മിനിറ്റിനകം അതിൻ്റെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിലെത്തും. അതിനുശേഷമുള്ള ഒരു 24-26 മണിക്കൂറോളം നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാനുണ്ട്. നമ്മുടെ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്യാനായിട്ട് അത്രയും സമയമെടുക്കും. ഹാർമണി മോഡ്യൂളിലാണ് ഇത് ഡോക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പേസിനെ അഭിമുഖമായിട്ടുള്ള ഒരു മോഡ്യൂളിലാണ്, ആ ഡോക്കിംഗ് സെൻറ്ററിലാണ് ഇത് ഡോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ ഉള്ള ആ സമയം ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, ഗഗൻയാൻ മിഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്തരമൊരു ക്യാപ്സ്യൂളിലാണ് ഗഗൻയാൻ എൻ്റെ സ്പേസ് ഭാഗം നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ISS-ലുള്ള കാര്യങ്ങളാണ്. അവിടെ 14 ദിവസത്തോളം തങ്ങി നിന്ന് പിന്നീടാണ് തിരിച്ചു വരവ്. അവിടെ 14 ദിവസം കൊണ്ട് ധാരാളം പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. അവിടുത്തെ താമസം വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിനും അത് പ്രധാനമാണ്. കാരണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വിത്തിനങ്ങൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുകയും അത് തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മാറ്റങ്ങൾ പഠിക്കുകയും ഇവിടെ അത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മാറ്റം എന്നുള്ള ആ ഒരു നിരീക്ഷണം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിനും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും മറ്റ് ധാരാളം ഗവേഷണ സ്ഥാപനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യൻ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു പഠനമാണ്. മസിൽ ഡീജനറേഷൻ, അതായത് പേശികളുടെ ശക്തി കുറയുക, അതിൻ്റെ റീജനറേഷൻ ഇച്ചിരി പ്രയാസം കൂടിയതാണ്, അതായത് പുനരുജ്ജീവനം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ ഈ പേശിക്ക് സംഭവിക്കുന്ന ബലക്ഷയം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യമുള്ള ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മൈക്രോ ആൽഗെ, അതായത് സ്പേസ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ കലോറി കിട്ടാനുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം നമുക്കവിടെ കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മൈക്രോ ആൽഗയും പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഗ്രീൻസും അവിടെ വളർത്താനായിട്ട് ഇപ്പോൾ ഫെനുഗ്രീക്ക്, ഗ്രീൻ ഗ്രാം, എന്താണ് പറയുക, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഓക്സിജനും കിട്ടും, നല്ല കലോറിയുള്ള ഭക്ഷണവും സ്പേസ് യാത്രികർക്ക് കിട്ടും.